ലക്ഷക്കണക്കായ കാഫിലക്കൂട്ടങ്ങൾ വരുന്ന ലോകത്തെ ഏറ്റവും വലിയ വണിക്കുകളുള്ള രാജ്യമായിരുന്നു യമനും ജെറൂസലേമും എല്ലാം. അതുവഴി കടന്നു വരുന്നവരല്ലേ നിങ്ങൾ, പിന്നെ എന്തിന് നിങ്ങൾ ഈ മണ്ണിൽ പാർക്കുമെന്ന് വാശി പിടിക്കുന്നു? അപ്പോൾ 400 പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നിന്ന് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. ഇത് മഹ്ജറു അഹ്മദ, ഇത് അഹ്മദിന്റെ മഹ്ജറാണ്. തലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റുഹു അലൈനാ മാനാ ലില്ലാഹി ദാഇ. അപ്പോൾ ആ രാജാവ് ചോദിച്ച്, ആ നബിയുടെ ഗുണഗണങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ നിപുണനായ ഒരു പണ്ഡിത വരേണ്യനുണ്ടായിരുന്നു. അദ്ദേഹം വായിൽ അധരങ്ങളിൽ നിന്ന് അധരങ്ങളിലേക്ക് പകരേണ്ട മഹാവിജ്ഞാനം രാജാവിന്റെ മുന്നിൽ നിരത്തി. പുണ്യ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ അപദാനങ്ങൾ കേട്ടപ്പോൾ തുബ്ബായിന് അത്ഭുതമായി. അങ്ങനെ ഒരു റസൂൽ ഉണ്ടെങ്കിൽ കാണണമല്ലോ. അങ്ങനെ തുബ്ബായ് രാജാവും അവിടെ വീട് കെട്ടിപ്പാർത്തു. ഒരു കൊല്ലത്തോളം തുബ്ബായ് രാജാവും അവിടെ വീട് കെട്ടിപ്പാർത്തു. അവസാനം അനവധി രാജ്യങ്ങളുടെ ചക്രവർത്തിക്ക് അവിടെ മാത്രം കഴിഞ്ഞുകൂടാനാവില്ലല്ലോ. ഖുദൂ അന്നീ മനാസികകും, എന്നിൽ നിന്ന് നിങ്ങൾ പ്രത്യേകമായ പരിഷ്കൃതമായ ഏറ്റവും വ്യവസ്ഥാപിതവും ഏറ്റവും ഋജുവുമായ ഹജ്ജ് പഠിച്ചുകൊള്ളുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതൊരു പ്രത്യേകമായ ഹജ്ജാണ് മുത്തനബിയിലൂടെ ആരംഭിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജ് അന്ത്യനാൾ വരെ മുറിയുകയുമില്ല. ലോകത്ത് കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്ത പലരുമുണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മുടെ സവാബുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒന്നുമില്ല. അത്രയും സുഭദ്രവും മനോഹരവും സമുന്നതവുമായ ഹജ്ജ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആദരിച്ചു. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായ റിസർവേഷൻ നൽകി. അഹ്ലുൽ ജന്നത്തി 120 സഫൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗക്കാർ 120 സഫ് ആളുകളായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അത്രയും ഉണ്ടാവും. സ്വർഗ്ഗക്കാർ 120 സഫ് ആളുകളാണ്. സ്വർഗ്ഗക്കാർ 121ാമത്തെ ഒരു സഫ് സ്വർഗത്തിലില്ല. സ്വർഗ്ഗക്കാരെ മൊത്തം നിർത്തിയാൽ അവർ 120 സഫ് ആളുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,24,000 അമ്പിയാക്കളും അവരുടെ അനുയായികളും ചേർന്ന് നിന്നാൽ സ്വർഗത്തിൽ ഉണ്ടാവുക 120 സഫ് ആളുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻതും 80 സഫും നിങ്ങൾക്ക് വേണ്ടി റിസർവേഷൻ ചെയ്യപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 3-2 നമുക്ക് റിസർവേഷനാണ്. അതിൽ 80 സഫും നമ്മുടേതായിരിക്കും മൊത്തം. അപ്പോൾ 1,23,999 നബിമാരും അവരുടെ അനുയായികളും എല്ലാം ചേർന്നാൽ 40 സഫ്. നമ്മുടെ നബിയും നമ്മളും 80 സഫ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സ്വർഗത്തിലേക്ക് ആദ്യം കയറുക നിങ്ങളായിരിക്കും. നിങ്ങളില്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കുകയില്ല. വന്നാസുലക്കും തബഉൻ, മറ്റുള്ളവർ നിങ്ങളുടെ പിന്നാലെ വരേണ്ടവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സ് തുറന്നാമീൻ പറ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. വല്ലാത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹം? ഏത് ജനതയും നമ്മുടെ ബാക്കിലേ വരും. സ്വർഗത്തിൽ ആദ്യം കേറുന്നത് നിങ്ങളായിരിക്കും. വന്നാസുലക്കും തബഉൻ, മറ്റുള്ള ഏത് ജനതയും നിങ്ങളുടെ പിന്നിൽ വരേണ്ടി വരും. സ്വർഗത്തിന്റെ ചാവിയാകട്ടെ എന്റെ കയ്യിലെന്ന് മുഹമ്മദ് ഒക്കെ പറ. മുഹമ്മദ് സ്വർഗത്തിന്റെ വാതിലിലെ
പിടിയിൽ ആദ്യം പിടിക്കുന്ന ആൾ അതുപോലും ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മത്ത് എന്റെ പിന്നിലുമുണ്ടാകും. ഞങ്ങളാണ് സ്വർഗത്തിൽ കയറുക, ഞാനാണ് സ്വർഗത്തിന്റെ വാതിലുള്ള ആ വാതിലൊന്ന് ഇളക്കിയിട്ട് ആ വാതിലിനെ ഒന്നിങ്ങനെ അതിങ്ങനെ തുറക്കാൻ അതിന്റെ പിടുത്തമുണ്ടല്ലോ, ആ പിടുത്തത്തിൽ ആദ്യം പിടിക്കുന്ന ആളും ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചില്ലേ? ഇതൊരു അനുഗ്രഹം. എത്താണ് അതിലും വലിയ അനുഗ്രഹം? എത്താണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം? നിങ്ങൾ ചിന്തിക്കുക. 80 സഫ് നമുക്കാണ്. ആദ്യം കയറുന്നത് നമ്മളാണ്. എല്ലാം നമ്മുടെ ബേക്കിലാണ്. വല്ലാത്ത അനുഗ്രഹം, വല്ലാത്ത അനുഗ്രഹം, വല്ലാത്ത അനുഗ്രഹം, വല്ലാത്ത അനുഗ്രഹം. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ പിന്നിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ന് മറവ് ചെയ്യാൻ തുടങ്ങിയതാ ഭൂമിയിൽ മനുഷ്യരെ. എന്ന് തുടങ്ങിയതാ? എന്ന് തുടങ്ങിയതാ? നിങ്ങൾക്കറിയില്ലേ എന്ന് തുടങ്ങിയതാണെന്ന്? ഹാബീൽ ഹാബീലിനെ കൊന്നു. മനസ്സിലായോ പറഞ്ഞത്? ആയിരങ്ങൾ അനവധി ആയിരക്കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഹാബീൽ ഹാബീലിനെ കൊല്ലുന്നത്. പിന്നെ ആ ശരീരം 1 വർഷം ചുമന്ന് നടന്നു ഹാബീൽ. എന്താണ് ഈ ഡെഡ് ബോഡി ചെയ്യേണ്ടതെന്ന് അറിയാതെ. അവസാനം അല്ലാഹു തആല ഫബഅസ അല്ലാഹു ഖുറാബൻ, അല്ലാഹു ഒരു കാക്കയെ അയച്ചു കൊടുത്തു. തൻ്റെ മറ്റൊരു കാക്കയുടെ ജഡം മണ്ണിലിങ്ങനെ ചിക്കിച്ചെനുക്കിയിട്ട് മറവ് ചെയ്യുന്ന കാക്കയെ കണ്ടപ്പോൾ ഹാബീൽ പറഞ്ഞു പോയി, ഈ കാക്കയുടെ ബുദ്ധി പോലും എനിക്കുണ്ടായില്ലല്ലോ. അങ്ങനെയാണ് ഹാബീലിനെ മറവ് ചെയ്യുന്നത്. ആര്? ഹാബീൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പാണത്. എത്രയോ ആയിരങ്ങൾ, എത്രയോ ആയിരങ്ങൾ. അത് BC 7000-നപ്പുറത്താണെന്നും BC 5000-നപ്പുറത്താണെന്നും അതല്ല അതിനപ്പുറത്താണെന്നും എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ചിന്തിക്കും. അപ്പൊ അന്ന് മുതൽ മനുഷ്യര് ഭൂമിയിൽ കിടക്കുകയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ അതിന്നൊരു ശ്മശാനമാണ്. മൊത്തം ഭൂമി ഒരു ശ്മശാനം പോലെയാണ്. കാരണം എത്ര കോടി 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 മനുഷ്യരാണ് ഇതിൽ കിടക്കുന്നത്. എത്ര കോടിയാണ്, എത്ര കോടിയാണ്, എത്ര കോടാന മണ്ണിൽ കിടക്കുകയാണ്. കോടാന കോടി ജനങ്ങൾ പരലോകത്തുള്ളേക്കുള്ള പാർസൽ പോലെ കിടക്കുകയാണ്. തൽക്കാലം മണ്ണിൽ വെച്ചിരിക്കുകയാണ്. ഇനി അവർ മഹ്ശറിൽ കൊണ്ടുവരും. അപ്പോൾ അവർ പരലോകത്തേക്കുള്ള പാർസലാണ് ഈ കാണുന്ന ആളുകളൊക്കെ. കോടാന ഇനി എന്ത് ചെയ്യും? ഇസ്രാഫീൽ കാഹളത്തിലൂടും. ഭൂമിയുടെ ഉള്ളറ തുറന്ന് ആദ്യം പുറത്ത് ചാടുന്ന ആൾ ഹാബീലുമല്ല, ഖബീലുമല്ല, ആദമുമല്ല, നൂഹുമല്ല, ശീതുമല്ല, ഇദ്രീസുമല്ല. അത് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനായിരിക്കും. എന്നാണത്? എന്നോ തുടങ്ങിയവിടെ മറവിയല്. അവരൊക്കെ 10,000-ഓളം എന്ന് പറയാവുന്ന കൊല്ലത്തിനപ്പുറം അങ്ങനെ മണ്ണിനടി കിടക്കുക. നഫ്സി എന്ന് പറഞ്ഞ് കിടക്കുക. എന്നിട്ട് ഈ മണ്ണിന്ന് സയ്യിദുനാ ഇസ്രാഫീൽ വിളിക്കും അലൈഹിസ്സലാം. ഉറക്കപ്പറ സയ്യിദുനാ ഇസ്രാഫീൽ രണ്ടാമത്തെ ഇങ്ങോട്ട് ഓതും, ഇങ്ങോട്ട് ഹയാത്താവും. ആദ്യം എണീക്കുക? ആദ്യം എണീക്കുന്ന ആൾ ഞാനായിരിക്കും. പിന്നെ മദീനക്കാരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയോ? മദീന നിങ്ങളുടെ ഹൃദയമല്ലോ. മദീന എന്നത് വിശ്വാസിയുടെ സ്വർഗമാണ്. മദീന വിശ്വാസിയുടെ സ്വർഗമാണ്. മദീന വിശ്വാസിയുടെ സ്വർഗമാണ്. മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ്. തുർബത്തുൽ മദീനത്തി മുഅ്മിന, മദീനയിലെ പച്ച മണ്ണ് പോലും മുഅ്മിനാണ് എന്ന്. മദീനയിലെ മണ്ണ് കുഷ്ഠരോഗത്തിന് പോലും മരുന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ മദീനക്കാർ, അവരാണ് ആദ്യം നീക്കുക. മുത്തനബിയും പിന്നെ മദീനക്കാരും സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉറക്കപ്പറ മദീന ലോകത്തൊരാളുടെയും കേന്ദ്രമല്ല. ബൈത്തുൽ മുഖദ്ദസ് എല്ലാ നബിമാർക്കും കേന്ദ്രമാണ്. മക്ക എല്ലാ നബിമാരും വന്നതാണ്. എന്നാൽ യസ്രിബ് എന്നൊരു നാട് തന്നെയില്ല. ആ നാട് നബിക്ക് വേണ്ടി ഉണ്ടായതാണ്. മുഹമ്മദ് മുസ്തഫ. പണ്ട് അങ്ങനെ ഒരു നാടും ഇല്ല. മദീന എന്നൊരു നാടും പണ്ടില്ല. മദീനയില്ല, മദീന എന്നൊരു നാടില്ല. അങ്ങിങ്ങായി കുറച്ച് വെള്ളത്തിൻ്റെ ചതുപ്പുകളും പീഠഭൂമിയും താഴ്വാരങ്ങളും മാത്രമായി അങ്ങനെ മണ്ണും വെയിലും പുടഞ്ഞു കടന്നിരുന്ന ഒരു നാട്. തുബ്ബഅ് രാജാവിനോടുകൂടെ 4000 പണ്ഡിതന്മാരും തുബ്ബഅ് രാജാവും പണ്ഡിതന്മാർ അനവധി പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ഒരഭിപ്രായം 4000 പണ്ഡിതന്മാരും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പഠനയക്കാൻ കഴിവുള്ള രാജാവായിരുന്നു തുബ്ബഅ് രാജാവ്. തുബ്ബഅ് രാജാവിന്റെ കേന്ദ്രം യമനായിരുന്നു. ഒരിക്കൽ അവർ ഈ ചതുപ്പ് നിലത്തിലൂടെ കടന്നുപോയി. ഈ മഞ്ഞും വെയിലും അങ്ങനെ പുഴഞ്ഞു കിടക്കുന്ന ഈ താഴ്വാരത്തിലൂടെയും ഈ വെള്ളത്തിനരികിലൂടെയും കടന്നു പോയപ്പോൾ വലിയ വലിയ ആത്മജ്ഞാനികളായ 400ഓളം പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നിന്ന് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. ഇത് അഹമ്മദിന്റെ മണ്ണാണ്. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹമ്മദിന്റെ മണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പാണ്. ബിഫോർ 1000 years. മനസ്സിലാവണില്ലേ പറഞ്ഞതും? മനസ്സിലാവണില്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പാണ് ഈ സംഭവം. ചിന്തിക്ക്. തുബ്ബഅ് രാജാവും സൈന്യവും പണ്ഡിത സമൂഹവും ഏതിലെ പോവുകയാണെങ്കിലും ആ നാട്ടിലെ പണ്ഡിതന്മാരെ കൂടെ കൂട്ടുക എന്നത് തുബ്ബഅിന്റെ ഒരു സ്വഭാവമായിരുന്നു. തുബ്ബഅ് എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു തുബ്ബഅ് രാജാവ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അദ്ദേഹം പണ്ഡിതന്മാർക്ക് പാരിതോഷികം കൊടുക്കും. ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിലെ ഏറ്റവും സെലക്റ്റീവായ ഒരു 10ഓ 20ഓ പണ്ഡിതന്മാരെ അവിടുന്ന് വലിയ സമ്മാനങ്ങൾ കൂടെ കൊടുത്ത് അവരെ കൂട്ടും. അവരെ ഭാര്യ മക്കളൊക്കെ കൂട്ടും. അവരെ കൊണ്ടു നടക്കും. അവർക്ക് വലിയ പാരിതോഷികം കൊടുക്കും. ഈ വെള്ളത്തിന്റെ അരികിലെത്തിയപ്പോൾ തുബ്ബഅിന്റെ കൂടെ ഒരു മഹാപട സൈന്യം ഉണ്ടായിരുന്നു. അതിൽ 4000ഓളം വരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽ 400 പണ്ഡിതന്മാർ വേറിട്ട് നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് വരുന്നില്ല, ഞങ്ങൾ ഈ മണ്ണ് വിട്ട് ഇനി വരില്ല. രാജാവേ, നിങ്ങൾ ഞങ്ങളെ ഇവിടെ വെട്ടിയിട്ട് മറവ് ചെയ്താൽ ഞങ്ങൾ ഇവിടെ മരിച്ചു കിടക്കാനാണ് കൊടി എന്ന്. അപ്പോൾ രാജാവിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. എന്തുകൊണ്ട്? ഒരു ചരിത്ര പ്രധാനവും ഇല്ലാത്തൊരു മണ്ണാണിത്. ഇവിടെ ഒരു സൊസൈറ്റിയും ഇല്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു നാടുമില്ല, ഒരു നാടുമില്ല, അവിടെ ഒരു നാടുമില്ല. മക്കയിൽ അന്നേ ഉണ്ട്. മക്കയിൽ തുബ്ബഅ് വരുന്നതിൻ്റെ 1000കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പട്ടണമുണ്ട് മക്കയിൽ. മക്ക ഒരു പട്ടണമാണ്. ചിന്തിക്കണം. അപ്പോൾ തുബ്ബഅ് രാജാവും പ്രധാനമന്ത്രിയും പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? പാരിതോഷികങ്ങൾ കുറവാണെങ്കിൽ പാരിതോഷികങ്ങൾ കൂട്ടിത്തരാം. ഈ ചതുപ്പ് നിലത്ത് നിങ്ങൾ എന്തിന് പാർക്കണം? ജനവാസമില്ലാത്ത ഈ മരുഭൂമിയിലെ ഈ മഞ്ഞും വെയിലും പുടഞ്ഞു കിടക്കുന്ന ഈ മരുഭൂമിയുടെ ഈ ഓരത്തിൽ എന്തിന് നിങ്ങൾ കാത്തു കിടക്കണം? ഇവൻ പോലെ സർവാംഗീകൃതമായ പട്ടണങ്ങളിൽ നിന്ന് വരുന്നവരെയല്ലേ നിങ്ങൾ? 1000കണക്കായ കാഫിലക്കൂട്ടങ്ങൾ വരുന്ന ലോകത്തെ ഏറ്റവും വലിയ വണിക്കുകളുള്ള രാജ്യമായിരുന്നു യമനും ജെറൂസലേമും എല്ലാം. അതുവഴി കടന്നു വരുന്നവരല്ലേ നിങ്ങൾ? പിന്നെ എന്തിന് നിങ്ങൾ ഈ മണ്ണിൽ പാർക്കുമെന്ന് വാശി പിടിക്കുന്നു? അപ്പോൾ 400 പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നിന്ന് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. ഇത് മഹ്ജറു അഹ്മദ, ഇത് അഹ്മദിന്റെ മഹ്ജറാണ്. തലഅൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റുഹു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ مبعوث فينا جئت بالأمر المطاع
جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. രാജാവിന് വലിയ അത്ഭുതമായി, അങ്ങനൊരു നബിയോ? അപ്പോൾ ആ രാജാവ് ചോദിച്ച്, ആ നബിയുടെ ഗുണഗണങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പണ്ഡിതന്മാര് ഏറ്റവും വലിയ നിപുണനായ ഒരു പണ്ഡിത വരേണ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വായിൽ അധരങ്ങളിൽ നിന്ന് അധരങ്ങളിലേക്ക് പകരേണ്ട മഹാവിജ്ഞാനം രാജാവിന്റെ മുന്നിൽ നിരത്തി. പുണ്യ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ അപദാനങ്ങൾ കേട്ടപ്പോൾ തുബ്ബായിന് അത്ഭുതമായി. അങ്ങനെ ഒരു റസൂൽ ഉണ്ടെങ്കിൽ കാണണമല്ലോ. അങ്ങനെ തുബ്ബായ് രാജാവും അവിടെ വീട് കെട്ടിപ്പാർത്തു. ഒരു കൊല്ലത്തോളം തുബ്ബായ് രാജാവും അവിടെ വീട് കെട്ടിപ്പാർത്തു. അവസാനം അനവധി രാജ്യങ്ങളുടെ ചക്രവർത്തിക്ക് അവിടെ മാത്രം കഴിഞ്ഞുകൂടാനാവില്ലല്ലോ. രാജാവ് പോയി 400 പണ്ഡിതന്മാരെ അവിടെ താമസിപ്പിച്ചു. അവർക്ക് വേണ്ട ഈത്തപ്പനകൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ കൃഷി ചെയ്യിപ്പിച്ചു കൊടുത്തു രാജാവ്. അവർക്ക് വീട് കെട്ടിക്കൊടുത്തു രാജാവ്. 1000 കൊല്ലം കഴിഞ്ഞ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോഴും തുബ്ബഅ് രാജാവ് 1000 കൊല്ലം മുമ്പ് കെട്ടിക്കൊടുത്ത മണിമാളികകൾ മദീനയിൽ ഉണ്ടായിരുന്നു. ചിന്തിക്കണം. മദീന എന്നൊരു നാടില്ല. മദീന എന്നാൽ മഹ്ജർ മുഹമ്മദാണ്. ഉറക്കെ പറ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഇരിക്കരുത്. മഹ്ജർ മുഹമ്മദാണ്, മഹ്ജർ മുഹമ്മദാണ്. ചിന്തിക്കണം. ആ നാട്ടുകാരാണ്, മക്കക്കാരല്ല ആദ്യം ഹയാത്താകുക. മക്കക്കാരൻ, മക്ക എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരും വന്ന നാടാണ്. ജെറൂസലേമുമല്ല. മക്ക കഴിഞ്ഞാൽ ആദം നബിക്ക് ഏറ്റവും ബന്ധമുള്ള നാട് ജെറൂസലേമാണ്. അവിടെയായിരുന്നു വഹയിന് വേണ്ടി കാത്തിരുന്നത് സയ്യിദ്ന ആദം അലൈഹിസ്സലാം. ഒരു ചരിത്രവും ഇല്ലാത്ത നാടാണ് മദീന. ഒന്നുമില്ല. ചിന്തിക്ക്. ആ നാട്ടുകാരാണ്. ഭൂമിയുടെ ഉള്ളറ തുറന്നാൽ ആദ്യം പുറത്തു ചാടുക മദീനക്കാരെന്ന്. ആദ്യം ഞാനാണ്, പിന്നെ മദീനക്കാരുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവിടെയും നമ്മെ അനുഗ്രഹിച്ച്. നമ്മളെ നേതാവാണ് ഭൂമിയിൽ നിന്ന് ആദ്യം പുറത്തു വരിക, മുഹമ്മദ് മുസ്തഫ. പിന്നെ അബൂബക്കറാണ് മുസ്തഫ നബിയുടെ ഏറ്റവും വലിയ മുഅ്മിനായ മനുഷ്യൻ, സയ്യിദ്ന സിദ്ദീഖ്. ഹബീബിന്റെ ഏറ്റവും വലിയ ശക്തിയായ സയ്യിദ്ന ഫറൂഖ്. പിന്നെ ബഹുമാനപ്പെട്ട ബഖീഉൽ ഗർഖദിൽ കിടക്കുന്ന സ്വഹാബികൾ, അവരൊക്കെ പുറത്തേക്ക് വരും. അള്ളാഹു നമുക്ക് അവരെ കൂടെ പോകാൻ തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ആദരവിനെ ചിന്തിക്കണം. ആദരവ് ഒരു നബിയുടെയും ചരിത്രം അവിടെ ഇല്ല. ഒരു പ്രവാചകന്റെയും മണ്ണല്ല. ഒരു പ്രവാചകന്റെയും മണ്ണല്ല. പക്ഷേ നാടിനെ അല്ലാഹു ആദരിച്ചു. മുഹമ്മദിൻ. മുഹമ്മദിൻ. ആ മണ്ണ് മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മണ്ണിലെവിടെയും മലായികത്ത് പാറാവുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മണ്ണിൽ കിടക്കുന്ന മരിച്ചവർക്ക് പരലോകത്ത് പ്രത്യേക പദവിയുണ്ടെന്നും മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവിടെ കിടന്ന് മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മൻ അറാദ അൻ യമൂത ബിൽ മദീനത്തി ഫൽയമൂത് ബിഹാ. മദീനയിൽ കിടന്ന് മരിക്കാൻ കൊതിച്ചു കൊള്ളുക. അല്ലാഹു മദീനയിൽ നമ്മളെ മരിപ്പിച്ചു തരട്ടെ. അല്ലാഹു മദീനയിൽ മരിപ്പിച്ചു തരട്ടെ. അല്ലാഹു മദീനയിൽ മരിപ്പിച്ചു തരട്ടെ. ഫഇന്നി അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഞാൻ അവരെ ശഫാഅത്ത് ചെയ്യും കേട്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ ആദരവിനെ, മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. ആദരവ് ഒഴുകുകയാണ്. ആദരവ് ഒന്നല്ല രണ്ടല്ല. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആദരവിന്റെ പട്ടികകളാണിതെല്ലാം. ചിന്തിക്ക്. ഇതൊക്കെ നബിയുടെ പ്രത്യേകത. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ.
പിന്നെയും അള്ളാഹു നമ്മെ ആദരിച്ചിട്ടില്ലേ? പിന്നെയും അള്ളാഹു നമ്മെ ആദരിച്ചില്ലേ? പിന്നെ ആദരിച്ചില്ലേ? ഓരോ നബിയുടെയും ജനന അന്ത്യനാളിൽ ആ നബിമാരെ സമീപിക്കും. ഇടപെടാൻ നബിമാർക്ക് കഴിയുകയുമില്ല. ഒരു ജനതയുടെ നബിക്കും ആ ജനതയിൽ ഇടപെടാൻ കഴിയുകയില്ല. ആദം നബിക്ക് പോലും കഴിയില്ല. സീന ആദം, ഉറക്കപ്പറ സീന ആദം. നമുക്ക് വലിയ ദർജയുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ നേതാവിൻ്റെ കയ്യിലാണ് കൊടി. ആദം സന്തതിയുടെ നേതാവാണ് ഞാൻ. ആദമും പിന്നീടുള്ളവരും എന്റെ കൊടിയുടെ കീഴിലായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ആദമും പിന്നീട് വന്നവരുമെല്ലാം എന്റെ കൊടിയുടെ കീഴിലായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊടിയാണ് ലിവാഉൽ ഹംദ്. അത് എന്റെ കയ്യിലുമായിരിക്കും. ഹംദ് എന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്കാണ്. ഹംദ്. ആ കൊടിയുടെ പേര് തന്നെ ഹംദിന്റെ കൊടി എന്നാണ്. ചിന്തിക്ക്. പ്രകീർത്തന പതാക ലിവാഉൽ ഹംദി, പ്രകീർത്തന പതാക എന്റെ കയ്യിലായിരിക്കും. ആരുടെ കയ്യിൽ? പ്രകീർത്തിക്കപ്പെടേണ്ടവന്റെ കയ്യിൽ മുഹമ്മദ്. പ്രകീർത്തന പതാക പ്രകീർത്തിക്കപ്പെടേണ്ടവന്റെ കയ്യിലായിരിക്കും. എന്റെ പേര് മുഹമ്മദ്, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ്. പ്രകീർത്തന പതാക എന്റെ കയ്യിലായിരിക്കും. പ്രകീർത്തനമോ അല്ലാഹുവിനെ പോലെ പ്രകീർത്തനം ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ കുടിയുടെ ഉടമക്കാരൻ മറ്റാരുമല്ല, പുണ്യ മുഹമ്മദ്. പരലോകത്ത് നാട്ടുന്ന ഏറ്റവും വലിയ കൊടി ലിവാഉൽ ഹംദാണ്. ആ കുടിക്കാരൻ മുഹമ്മദാണ്. നമ്മൾ അവരുടെ അനുയായികളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ പറ്റി നമ്മൾ ബോധവാന്മാരാകണം. എല്ലാവരും ചിന്തിക്കണം. ഈസിയായി ഒരു പ്രസംഗം കേട്ടിരിക്കരുത്. വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിനെ വളരെ ശക്തമായി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം നാളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേ നിങ്ങൾ എന്തൊക്കെ കേൾക്കും അങ്ങനെ അങ്ങോട്ട് പോവും. കേവലം ഒരു പ്രസംഗം കേൾക്കരുത്. കേവലം കേട്ടിട്ട് കാര്യമില്ല. അത് നിങ്ങളതിൻ്റെ തീക്ഷണമായ മനസ്സോടുകൂടി കേൾക്കണം. എന്നാൽ നാളെ അത് നിങ്ങൾക്ക് ഫലപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നൽകിയ നിഅമത്തിനെ പറ്റി ചിന്തിക്കണം. അല്ലാഹു ചെയ്ത നിഅമത്ത് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന കൊടി. പരലോകത്തെ ഒരേ ഒരു കൊടിയാണ് ലിവാഉൽ ഹംദ്. അതെന്റെ കയ്യിലല്ലോ എന്ന് മുഹമ്മദ് മുസ്തഫ. ആദമും പിന്നീട് വന്നവരുമെല്ലാം തഹ്ത ലിവാഇ എന്റെ കൊടിയുടെ പിന്നിലായിരിക്കും. എന്റെ കൊടിയുടെ താഴെയായിരിക്കും. താഴെ എന്ന തഹ്ത എന്ന വാക്കിന് താഴെ എന്ന അർത്ഥം. ആദമും പിന്നീട് വന്നവരും എന്റെ കൊടിയുടെ കീഴിലായിരിക്കും. നിങ്ങൾ എന്റെ ഇഷ്ടഭാചനങ്ങളല്ലോ മുഹമ്മദ്. ഞാൻ നിങ്ങളെ കാത്ത് ഹൗളുൽ കരയിൽ നിൽക്കും. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഹൗലുങ്കരയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്നെ ഹൗലുങ്കരയിൽ കാക്കുക. ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുക. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവിടെ വെച്ച് നബിയെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു നബിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ചിന്തിക്ക്.
ഒരു നബിക്കും കൗസറിന്റെ ഉടമസ്ഥാവകാശമില്ല. ഈ ഉടമസ്ഥാവകാശം ദുനിയാവിൽ തന്നെ പതിച്ചു കൊടുത്തതാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഇന്നാ യുഅ്തീകൽ കൗസർ എന്നല്ല, ഇന്നാ നുഅ്തീകൽ കൗസർ എന്നല്ല, നിങ്ങൾക്ക് നാം കൗസർ തരും എന്നല്ല, നിങ്ങൾക്ക് നാം കൗസർ തന്നു കഴിഞ്ഞു, ഇനി മുതൽ കൗസർ അങ്ങയുടേതാണെന്നാണ് അല്ലാഹു പറഞ്ഞു. മനസ്സിലായില്ലേ? ഭാഷയിൽ ഫ്യൂച്ചറല്ല, പാസ്റ്റിലാണ് പ്രയോഗമുള്ളത്. ഇന്നാ പറ, ഇന്നാ അഅ്തൈനാക, അതായത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരും എന്നല്ല, ഞാൻ നിങ്ങൾക്ക് പറ തന്നു കഴിഞ്ഞു, ഇത് അങ്ങയുടേതാണ്, തന്നു കഴിഞ്ഞു, നിങ്ങളുടേതാണ്. ആ തടാകം നിങ്ങളുടേതാണ്, നിങ്ങളുടെ നേട്ടം കൈകാര്യം ചെയ്യുക. തന്നു കഴിഞ്ഞു, ഇന്ന അഅ്തൈനാക, അങ്ങേക്ക് നാം തന്നു കഴിഞ്ഞു, തരുന്നല്ല. അപ്പോൾ നമ്മുടെ നേതാവിൻ്റെതാണ് കൗസർ എന്ന വെള്ളം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറുള്ള ഒരു നബിക്കും അവകാശമില്ല. അല്ലാഹുവേ, ആ കൗസറിന്റെ കരയിൽ ഞാനുണ്ടാകും, എന്റെ ഇഷ്ടത്തോഴൻ സുദ്ദീഖുണ്ടാകും, എന്റെ ഏറ്റവും വലിയ ശക്തി ഉമർ ഉണ്ടാകും, എന്റെ പൊന്നുമോൾ ഫാത്തിമയുണ്ടാവും, എന്റെ സഹോദരൻ അലി ഉണ്ടാകും, ദുന്നൂറൈനി ഉസ്മാൻ ഉണ്ടാകും, എന്റെ 2 കൊച്ചുമക്കളായ ഹസനും ഹുസൈനും ഉണ്ടാകും. ഞങ്ങൾക്കാണ് അവകാശം. അവിടെ തൊടാൻ ഒരാൾക്ക് അധികാരമില്ല. അതെന്റെ ഉടമസ്ഥാവകാശത്തിലല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാത്തുവെച്ചതല്ലോ എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്, എന്തൊരനുഗ്രഹമാണ് കിട്ടിയത്, എന്താണ് അനുഗ്രഹം. സ്വലാത്തുള്ള മനസ്സ് തുറക്ക്, മനസ്സ് തുറന്നിരിക്ക്, മനസ്സ് തുറക്ക്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ وجناته يتوقد يا ربي صل على النبي جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد هذا كحيل طرفي هذا المصطفى هذا جزيل الوصف هذا السيد يا ربي صل نبي محمد منجي الخلائق من جهنم في غدي الله ആ ദിവസം നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നേതാവില്ലേ നമുക്ക്? എല്ലാ ചക്രവർത്തിമാരും നാളത്തിൽ വിളിക്കുന്ന നാൾ. ഐനൽ മുലൂക്ക് വൽ ജബാബിറ, ഭരണാധികാരികൾ എവിടെ, ഏകാധിപതികൾ എവിടെ, ചക്രവർത്തിമാരെവിടെ എന്ന് അള്ളാഹുവിൽ നിന്ന് ഇടയ്ക്കിടെ വിളിയാളവും ഉണ്ടാവും. ഒരു രാജാവിനെയും അന്നു കാണില്ല, ഒരേകാധിപതിയും അന്ന് അരങ്ങുവാഴില്ല, ഒരു ചക്രവർത്തിയും അന്ന് രംഗത്തില്ല. അന്ന് ചക്രവർത്തിയുണ്ട്, ഒരേ ഒരു ചക്രവർത്തി, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം വിളിയാളം ഉണ്ടാകും. ഐനൽ മുലൂക്ക് വൽ ജബാബിറ. ഒരാൾ മുന്നോട്ട് വരില്ല, ഇടക്കിടക്ക് അല്ലാഹു ചോദിച്ചുകൊണ്ടേയിരിക്കും. ഐനൽ മുലൂക്ക് വൽ ജബാബിറ, രാജാക്കൾ എവിടെ, രാജാക്കൾ എവിടെ, ഏകാധിപതികൾ എവിടെ, ചക്രവർത്തികൾ എവിടെ? ഒരാളുണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ കൊടിയുടെ കീഴെ അണിനിരക്കും. നിങ്ങൾക്കാകട്ടെ ഞാൻ കരുണയുള്ള വാപ്പയുമാണെന്ന് മുഹമ്മദ്, ഞാൻ നിങ്ങളുടെ വാപ്പയാണ്,
അനലക്കും കൽ അബിർ റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയാണ്. നിങ്ങളുടെ ബാപ്പയുടെ കയ്യിലാണ് എന്തുണ്ടാവുക? കൊടിയുണ്ടാവുക. നിങ്ങൾ പേടിക്കണ്ട എന്ന് മുഹമ്മദ് മുസ്തഫ. കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി, ഏതൊരു നബിയും ആ ഉമ്മത്തിന്റെ ബാപ്പയാണ്. അപ്പോൾ നമ്മുടെ ബാപ്പ പറ, അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطحي والحبيب العربي. നിങ്ങളെന്ന് വലിയ ഭാഗ്യക്കാരായിരിക്കും. ഒരാൾ മുന്നോട്ട് വരൂല. രാജാക്കന്മാരെ അന്ന് കണി കാണില്ല. ഏകാധിപതികൾ അന്ന് രംഗത്തുണ്ടാവുകയില്ല. രാജാക്കളെ അന്ന് കണി കാണുകയില്ല. സ്തുതിപാഠകരുടെ വൃന്ദം, രാജാക്കന്മാരെ പിന്നാലെ നടന്നിരുന്ന സ്തുതിപാഠക വൃന്ദം അന്ന് മാളത്തിൽ ഒളിക്കുമല്ലോ. ഒരു രാജാവും സ്വർണ്ണത്താലങ്ങളുടെ കീഴിൽ ആയിരക്കണക്കായ ലലനാമണികളായ പെൺകുട്ടികളെയും കൊണ്ട് സ്വർണ്ണത്താലവും എടുപ്പിച്ച് അതിനിടയിൽ പള്ളിയെടുത്ത് നടന്നിരുന്ന, എഴുന്നള്ളിപ്പ് നടന്നിരുന്ന രാജാക്കന്മാര് രംഗത്ത് കാണുകയില്ല. അപ്പോൾ ആദമും ബാക്കിയുള്ളവരും എൻ്റെ കൊടിയുടെ കീഴിൽ വന്നാണ് നിരക്കും. ആദമു വമൻ വദു ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദമും പിന്നിലുള്ളവരും എൻ്റെ താഴെ വന്ന് അണിനിരക്കും. വബിയദി ലിവാഉൽ ഹംദി, എൻ്റെ കയ്യിൽ പ്രകീർത്തന പതാകയും ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ ബാപ്പയുള്ള കരുണയുള്ള ബാപ്പയുമാണ്, നിങ്ങൾ പേടിക്കേണ്ട എന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ചിന്തിക്കണം. ഭാഗ്യല്ലേ മുഅ്മിനെ? ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിക്കണം. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിർ, അനുഗ്രഹത്തെ എടുത്തു പറയുക, അനുഗ്രഹത്തിൽ ആനന്ദിക്കുക, അനുഗ്രഹത്തെ തിരിഞ്ഞ് നിസ്സാരവൽക്കരിക്കപ്പെടുത്താതിരിക്കുക. അനുഗ്രഹത്തിൽ നിന്ന് നിസ്സാരവൽക്കരിക്കൽ അല്ലാഹുവിനെ നിസ്സാരവൽക്കരിക്കലാണ്. ഒരാൾക്കൊന്നും കഴിയില്ല. പാപികൾ അന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നെട്ടോട്ട് പോടും. നിങ്ങൾക്കോ ഞാനുണ്ടല്ലോ. ഇന്നലി കുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബ ദഅഉ ബിഹാ. ഏതൊരു പ്രവാചകനും ഒരു പ്രാർത്ഥനാധികാരം അല്ലാഹു നൽകിയിരുന്നു. ദഅഉ ബിഹാ, ഏത് നബിയും ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇല്ല അനാ, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ പ്രാർത്ഥന എനിക്ക് അവസരം കിട്ടിയിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. എന്റെ പ്രാർത്ഥന ഞാൻ പാത്തുവെച്ചതാണെന്ന് ഞാൻ അള്ളാഹുവോട് പറഞ്ഞു. ഷഫാഅതൻ ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, വൻദോഷങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ പ്രാർത്ഥന ഞാൻ അന്ന് ഉപയോഗപ്പെടുത്തും എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാ! അള്ളാഹു നിങ്ങളിൻ്റെ കൂടെ വരണം കേട്ടോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്സാരമായിരിക്കട്ടെ. അത് വളരെ ഗൗരവമായ വിഷയമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ വൻദോഷികൾക്ക് ഒരു രക്ഷയില്ലാത്ത ദിവസം ഞാൻ അവരെ ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലാക്കും. അതിനുവേണ്ടി എൻ്റെ പ്രാർത്ഥന ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥനാവസരം ഉണ്ടായിരുന്നു. ദഅഉ ബിഹാ, എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥനാവസരം ഉപയോഗപ്പെടുത്തി. ഇല്ല അന, ഞാൻ ആ പ്രാർത്ഥനാവസരം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പൊന്നുമോൾ പട്ടിണി കിടന്നിട്ടും ഞാനത് ചെയ്തില്ല. കൂലിക്കാരെയും പിള്ളേരെയും നിർത്തിയിട്ട് തായിഫിൻ്റെ മലഞ്ചെരിവിലൂടെ എന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചപ്പോഴും വിഷണ്ണനായി, ദുഃഖിതനായി, ഖിന്നനായി ഞാൻ തായിഫിൻ്റെ മലഞ്ചെരിവിലെ പാറക്കല്ലിൽ മുഖവും കുനിച്ചിരുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അവിടേക്കും ഓടി വന്നിട്ട് എന്നെ എറിഞ്ഞിട്ടുണ്ട്. അന്നും പ്രാർത്ഥിക്കാൻ എന്നോട് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്താണ് ആ രംഗം? ആകെയുള്ളത് സഹായത്തിന് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു.
ഖദീജ ബീവിയുടെ വളർത്തുമോനായ അടിമബാലൻ, പിന്നീട് വളർത്തുമോനുമായ മഹാനായ സെയ്ദ് ബിൻ ഹാരിസ. അല്ലാതാരുമില്ല. എന്തൊക്കെയാണ് നടന്നത്? അവര് ചതിയന്മാർ, ത്വായിഫികൾ ചതിയന്മാർ എന്റെ പിന്നാലെ കൂടി എന്നെ എറിഞ്ഞോടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനും ഫലസിക്കാനും, മാനം കെടുത്തി നാണം കെടുത്തി പരിഹസിക്കാനും ചരിത്രം കണ്ട ഏറ്റവും വലിയ പരിഹാസവും പീഡനവും ത്വായിഫിന്റെ മലഞ്ചെരിവിൽ ഞാൻ ഏറ്റുവാങ്ങിയത് ഓർമ്മയില്ലേ? അന്ന് ജിബ്രീൽ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞതല്ലേ നബിയെ ഒന്ന് പ്രാർത്ഥിച്ചൂടെ? അന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്റെ പ്രാർത്ഥന ഞാൻ പാത്തുവെച്ചിരിക്കുകയാണ്. എന്റെ സമുദായത്തിൽ വൻദോഷങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകളെ അന്ത്യനാളിൽ സ്വർഗത്തിലാക്കാൻ വേണ്ടി എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ തന്നെ ഹദീസ്, അങ്ങനെ തന്നെ ഹദീസ്. അല്ലാഹുവേ, ഇതൊരു ഭാഗ്യം, ഇതാണ് ഭാഗ്യം. ഒരു നേതാവിനെ കൊണ്ട് ഏറ്റവും അനുഭവിക്കുക ഒരു ജനത, എന്നിട്ട് ആ നേതാവിനെ നിസ്സാരമാക്കാൻ പാടുണ്ടോ? ഇതാണ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ നേടിയത് മുഴുവനും ആരെക്കൊണ്ടാണ്? പറ ആരെക്കൊണ്ടാണ്? പറ ആരെക്കൊണ്ടാണ്? ഈ നേതാവിനെ കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ജനതയും നമ്മൾ തമ്മിൽ അള്ളാഹുവിൻ്റെ വ്യത്യാസം. സമുദായത്തിലെ വൻദോഷം ചെയ്ത ആളുകളെയും സ്വർഗത്തിലാക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥനയുടെ അവിഭാജ്യ സന്ദർഭം ഉണ്ടായിട്ടും ചെയ്യാതെ ദുഃഖവും പ്രഹരവും സഹിച്ചു ഞാൻ മരുഭൂമിയിൽ അലഞ്ഞ ഘട്ടം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്ന് സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എങ്ങനെ അത് മറക്കും? എങ്ങനെ മറക്കും? എങ്ങനെ മറക്കും? എങ്ങനെ അത് മറക്കും? അന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവൻ പറയില്ലേ, അനിവാര്യമായിരുന്നു, ആ പ്രാർത്ഥന അനിവാര്യമായിരുന്നു. ഈ രണ്ട് മലകളെയും എടകൂട്ടിയിട്ട് ത്വായിഫിന്റെ ചെരുവിലുള്ള കുബേര വീടുകൾ ഞാൻ നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് സയ്യിദുനാ ജിബ്രീൽ. രണ്ട് മല ഒത്തിച്ചിങ്ങോട്ട് കൂട്ടിയിട്ട് അതിനിടയിലുള്ള ത്വായിഫിൽ നേതൃത്വം കൊടുക്കുന്ന കുബേര വീടുകളെല്ലാം രണ്ട് മലയുടെ ചെരുവുകളിലാണ് വീടുകൾ. ആ രണ്ട് മലയും ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൂട്ടാൻ എനിക്ക് കഴിയുമെന്ന് സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് അവരെ മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയാനും എനിക്ക് കഴിയുമെന്ന് സയ്യിദുനാ ജിബ്രീൽ. ഞാനത് ചെയ്തോട്ടെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അപ്പോൾ പറഞ്ഞു, ലാ ലാ ലാ, ചെയ്യരുത്. ഓഹും ലാ യഅലമൂന, അവർക്കറിവില്ലല്ലോ. മുഹമ്മദ് മുസ്തഫ, അവർക്കറിവില്ലല്ലോ, അവർക്കറിവില്ല. അവരെന്താണ് ഞാൻ ഈ പറയുന്നത്? അവർക്ക് അറിവില്ലല്ലോ എന്ന് മുഹമ്മദ് മുസ്തഫ. പഠിക്കും മനുഷ്യന്മാര്, നിങ്ങൾ പഠിച്ചു നോക്ക്. മനസ്സും മനുഷ്യന്മാരല്ലേ, നമുക്ക് ബുദ്ധിയില്ലേ? നമ്മൾ മൃഗങ്ങളല്ലല്ലോ, നമ്മുടെ കാര്യം വിശേഷ ബുദ്ധിയല്ലേ? ഒന്ന് പഠിച്ചു നോക്കൂടെ? ഒരു മനുഷ്യൻ എന്താ ഈ ലോകത്ത് ചെയ്തതെന്ന്? അല്ല, അങ്ങനെ ചെയ്തൂടെ? ഒന്ന് പഠിച്ചൂടെ? പഠിക്കണ്ടേ? പഠിച്ചൂടെ? ചിന്തിക്കണം. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിലോ നിങ്ങൾ പൊരിവെയിലത്ത് കിടക്കും. മറ്റു നബിമാർക്ക് അവസരം ഉണ്ടായിരുന്നു ചെയ്തു. അവരെല്ലാം അവരുടെ പ്രതിസന്ധികളിൽ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, ഞാനത് ചെയ്തതേയില്ല. എന്റെ പൊന്നുമോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്ന സമയമുണ്ടായി, ഒരു നേരത്തെ വെള്ളം കിട്ടാതെ. അന്ന് ഞാനത് ചെയ്തില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ കരളിന്റെ തേൻകനിയായ ഫാത്തിമ, ഉറക്കപ്പറ ഫാത്തിമ, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ഇത്തപ്പന പായയിൽ നിന്ന് ഫാത്തിമക്ക് എണീക്കാൻ കഴിയാത്ത സമയമുണ്ടായപ്പോഴും ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നെറ്റിക്ക് വെട്ടിയിട്ട് എന്റെ മുമ്പല്ല് പൊട്ടിച്ചിട്ട് എന്തൊക്കെയാണ് ശത്രുക്കൾ ചെയ്തത്?
അന്നും ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ട്? നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളോടുള്ള കരുണയാണ്. ഞാനത് ശഫാഅത്തൻ ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, നിങ്ങളിലെ ബന്ധോഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ആ പ്രാർത്ഥന പാത്തു വെച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഉമ്മത്തിൽ നമ്മളെ പേര് നിലനിർത്തി തരട്ടെ. അതാണ് വിഷയം. ഉമ്മത്തായാൽ മതി. അല്ലാഹു ആ പേര് നമുക്ക് നിലനിർത്തി തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയും. നമ്മൾ ആ ലിസ്റ്റിൽ നമ്മളെ പേര് വെട്ടാൻ പാടില്ല. ഉമ്മത്ത് എന്ന പേരിൽ നമ്മൾ പേര് വെട്ടാൻ പാടില്ല. എന്നാൽ രക്ഷപ്പെടും. എന്ത് ചെയ്താലും പേരിൽ ലിസ്റ്റ് വെട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളും നന്മയും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ അള്ളാഹുവിൻ്റെ മുത്തുനബി ഉണ്ട്, മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.